ഹായ് ഓൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ സ്പെഷ്യലായ ഒരു ബീഫ് വിഭവമാണ്. തേങ്ങാപ്പാൽ ഒഴിച്ച് നല്ല സ്മൂത്തായിട്ട് തയ്യാറാക്കുന്ന ഒരു ബീഫ് വരട്ടിയത്. സാധാരണ ബീഫ് റോസ്റ്റിൽ നിന്നും വ്യത്യസ്തമായി ഇതിന് നല്ലൊരു ക്രീമി ടേസ്റ്റാണ് ഉള്ളത്. നല്ല കട്ടി തേങ്ങാപ്പാലിൽ കിടന്ന് വേവുന്നത് കൊണ്ട് തന്നെ നല്ല ബീഫ് കഷ്ണങ്ങൾ പഞ്ഞി പോലെ അത്രയും സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. കഴിക്കുമ്പോൾ വായിൽ അലിഞ്ഞു പോകുന്ന ഈ രുചിക്കൂട്ട് എങ്ങനെയാണ് നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഒട്ടും സമയം കളയേണ്ട, നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് കിടക്കാം. നമ്മളിവിടെ 3/4 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. ചെറുതായി കട്ടാക്കിയിട്ട് നന്നായി കഴുകിയതിന് ശേഷം വെള്ളമൊക്കെ വാർന്ന് വെച്ചതാണ് കേട്ടോ ഇത്. നിങ്ങൾക്ക് ഏത് സൈസിനായാലും കട്ടാക്കി എടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് മെയിനായിട്ട് വേണ്ടത് ഒരു മുറി തേങ്ങയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് നന്നായി ചിരകിയതിന് ശേഷം ഇതിൻ്റെ തേങ്ങാപ്പാൽ 1-ാം പാലും 2-ാം പാലും കൂടി മിക്സ് ആക്കിയതാണ് കേട്ടോ ഇത്. എന്ന് വെച്ചാൽ 250 ml കപ്പിന് 1 കപ്പ് തേങ്ങാപ്പാലുണ്ട്. നല്ല കട്ടിയായിട്ടുള്ള തേങ്ങാപ്പാൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് നമ്മളിത് അരച്ചെടുക്കാം. ഇനി നമുക്ക് കുക്കറിലാണ് കേട്ടോ നമ്മുടെ ബീഫ് നമ്മൾ കുക്കാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതിലോട്ട് നമ്മുടെ ബീഫ് കഷ്ണങ്ങൾ ചേർത്തി കൊടുക്കാം. ഇതിൽ നമ്മൾ മസാലകളൊന്നും ചേർത്തി കൊടുക്കുന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ തേങ്ങാപ്പാൽ ഇതിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ തേങ്ങാപ്പാലിൽ കിടന്നിട്ടാണ് കേട്ടോ നമ്മളെ ബീഫ് നന്നായി വെന്ത് വരേണ്ടത്. അത് മാത്രമല്ല കേട്ടോ, നമ്മളെ ബീഫ് നല്ല സ്മൂത്തായി സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. നല്ല പഞ്ഞി പോലെ ആയിരിക്കും ബീഫ് നമുക്ക് റെഡിയായി ലാസ്റ്റ് വരുമ്പോൾ ഉണ്ടായിരിക്കുക. അപ്പോൾ നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ചേർത്തി കൊടുത്ത് മിക്സാക്കി എടുക്കാം. ഇനി നമുക്ക് ഇത് ചിലപ്പോൾ കുക്കറിലായിരിക്കുമ്പോൾ പുറത്തോട്ട് നമുക്ക് ഇതിൻ്റെ വെള്ളം നെയ്യൊക്കെ ഉണ്ടായിരിക്കുമ്പോൾ പുറത്തോട്ട് പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു സ്പൂൺ ഇതിലോട്ട് ചേർത്തി കൊടുത്താൽ മതി കേട്ടോ, എന്നാൽ പുറത്തോട്ട് പോകില്ല. ഇനി നിങ്ങൾ കുക്കറിലല്ല വെക്കുന്നതെങ്കിൽ നമ്മൾ സാധാ കടായിലൊക്കെ വെക്കുന്നെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി തേങ്ങാപ്പാൽ ചിലപ്പോൾ കൂടുതൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ കുക്കറിലായിട്ടാണ് നമ്മൾ ഇറച്ചിയിൽ നിന്നുള്ള വെള്ളം കൂടി പുറത്തോട്ട് വരുമല്ലോ. അപ്പോൾ നമുക്ക് ഇതൊരു പാകത്തിനാണ് കേട്ടോ 1 കപ്പ്. അപ്പോൾ ഫിസിലടിക്കുമ്പോൾ വെള്ളമൊന്നും പുറത്ത് പോകുന്നില്ല കേട്ടോ. അപ്പോൾ ബീഫ് അവിടെ നന്നായിട്ട് വെന്ത് വരട്ടെ. അപ്പോഴേക്കും നമുക്കിതാ ഒരു പാൻ വെച്ചിട്ട് അതിലോട്ട് 1 ടീസ്പൂണോളം നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ ബീഫ് തേങ്ങാപ്പാലിലാണല്ലോ നമ്മൾ വേവിച്ചെടുക്കുന്നത്. അത് കാരണം നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഒരു 2 വലിയ സവാള ഇങ്ങനെ നീളത്തിൽ കട്ടാക്കിയിട്ട് നമുക്ക് ചേർത്തി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് അടച്ച് വെച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് വഴഞ്ഞ് കിട്ടുമല്ലോ. അതിന് വേണ്ടിയിട്ട് ഒന്ന് അടച്ച് വെക്കാം കേട്ടോ, ഒരു 2 മിനിറ്റോളം. അപ്പോൾ ഉള്ളിയൊക്കെ ചെറുതായി ഇങ്ങനെ വഴഞ്ഞ് വരുന്നുണ്ട്. നന്നായിട്ട് നമുക്ക് വീണ്ടും ഒന്നുകൂടി ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് 1 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തി കൊടുക്കാം. ഇനി അതല്ല നിങ്ങൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണെങ്കിൽ അങ്ങനെയും ചേർത്തി കൊടുക്കാം. അതുപോലെ തന്നെ ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 3 മീഡിയം സൈസ് നമുക്ക് തക്കാളി ചേർത്തി കൊടുക്കാം. ജസ്റ്റ് ഒന്ന് കട്ടാക്കിയിട്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ തക്കാളി ഇതിൽ കിടന്നിട്ട് നന്നായി വെന്ത് ഉടയൊന്നും വേണ്ട കേട്ടോ. ജസ്റ്റ് നമുക്ക് ഇങ്ങനെ കഴിക്കുമ്പോൾ ഒക്കെ കാണണം നമ്മുടെ തക്കാളിയൊക്കെ. അപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി, ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്തി കൊടുക്കാം. ഇത്ര നമുക്ക് വഴഞ്ഞ് കിട്ടിയാൽ മതി കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് മസാലകളൊക്കെ ചേർത്തി കൊടുക്കാം. 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും, ഒരു 1.5 ടീസ്പൂണോളം നമ്മുടെ കാശ്മീരി മുളക് പൊടിയും, അതുപോലെ 2 ടീസ്പൂണോളം മല്ലിപ്പൊടി, അതുപോലെ നമുക്കൊരു 1/2 ടീസ്പൂണോളം നമ്മൾ പെരിഞ്ചീരകം, ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാലയും, പിന്നെ ഒരു 1/2 ടീസ്പൂണോളം നമുക്ക് കുരുമുളക് പൊടിയും ചേർത്തി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമ്മൾ ഇതിലോട്ട് ഉപ്പ് ചേർത്തി കൊടുത്തിട്ടില്ല. അപ്പോൾ ഒരു ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തി കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ബീഫിൽ ഉപ്പ് ചേർത്തിയത് കാരണം നമ്മൾ ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ. ആവശ്യത്തിനനുസരിച്ച് ചേർത്തി കൊടുക്കാം. ഒരു 1/2 ഗ്ലാസ് വെള്ളവും ചേർത്തി കൊടുക്കാം. ഇനി നന്നായിട്ട് നമുക്കിതൊന്ന് തിളച്ച് നമുക്കിതിൻ്റെ ഒരു പച്ചച്ചോയൊക്കെ ഒന്ന് മാറി കിട്ടണം. അപ്പോൾ നമുക്ക് അടച്ച് വെച്ചിട്ട് തന്നെ നന്നായി വേവിച്ചെടുക്കാം. 1-2 മിനിറ്റോളം നമുക്കിത് അടച്ച് വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് നമുക്ക് തിളച്ച് കിട്ടാനുണ്ടേ. അപ്പോൾ 1-2 മിനിറ്റ് അതിന് ശേഷം ഞാനിത് തുറന്ന് നോക്കാണ് കേട്ടോ. നമ്മുടെ ബീഫ് ഒരു 7-8 ഫിസിലടിച്ചപ്പോഴേക്കും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റായ രൂപത്തിൽ നമ്മുടെ പഞ്ഞി പോലെ നമ്മുടെ ബീഫ് വെന്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മസാലയൊക്കെ നല്ല പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർക്കാം. ബീഫ് വേവിച്ചപ്പോൾ കിട്ടിയ ബീഫ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അതും കൂടി ചേർക്കാം കേട്ടോ.
അതിലാണ് ഇതിൻ്റെ യഥാർത്ഥ രുചി ഇരിക്കുന്നത്. അപ്പം നമ്മുടെ ഇതിൽ സ്റ്റോക്ക് അത്ര കുറച്ചായത് കാരണം ഞാൻ അങ്ങനെ ചേർക്കാനുള്ളതൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. നമുക്ക് പാകത്തിനാണ് നമ്മുടെ ബീഫ് വെന്ത് വന്നപ്പോൾ ഉണ്ടായിരുന്നത്. ഇനി ഈ മസാലയുമായിട്ട് ബീഫ് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഈ മസാല കിടന്ന് ബീഫ് ഒന്നുകൂടി കുറുകി വരണം കേട്ടോ. അപ്പോഴാണ് മസാലയുടെ ഓരോ അംശവും ബീഫിനുള്ളിലേക്ക് പിടിക്കുന്നത്. ആ ഒരു കറക്റ്റ് പരുവത്തിന് വേണ്ടി നമുക്ക് അല്പം നേരം കൂടി ഇതൊന്ന് വേവിക്കാം. പിന്നെ അതുപോലെ തന്നെ 1 ടീസ്പൂണോളം ഞാൻ മീറ്റ് മസാല ചേർത്തി കൊടുക്കുന്നുണ്ട്. ഓപ്ഷനിലാണ് കേട്ടോ. ചേർത്തി കൊടുത്താൽ നല്ല ഒന്നും കൂടി ടേസ്റ്റ് കൂടി വരും. നിങ്ങളെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്തി കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് വീണ്ടും ഒന്നും കൂടി അടച്ച് വെച്ചിട്ട് വീണ്ടും കുക്കാക്കി എടുക്കാം. നോക്കൂ, നമ്മുടെ ബീഫ് ആ മസാലയിൽ കിടന്ന് നല്ലപോലെ തിളച്ച് കുറുകി വരുന്നുണ്ട്. ഈ സമയത്ത് വരുന്ന ഒരു മണമുണ്ട്. തേങ്ങാപ്പാലിൻ്റെ ആ ഒരു മധുരവും മസാലകളുടെ എരിവും കൂടി ചേർന്നുള്ള ഒരു പ്രത്യേക ഗന്ധം. ആ മണം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ വിഭവം എത്രത്തോളം ടേസ്റ്റി ആയിരിക്കുമെന്ന്. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റേജ് എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ വിഭവത്തിൻ്റെ രുചി ഒന്നുകൂടി വർദ്ധിപ്പിക്കാൻ ഒരു ചെറിയ പണിയും കൊണ്ടുണ്ട് കേട്ടോ. തീ അണക്കുന്നതിന് മുമ്പ് തൊട്ട് മുമ്പായിട്ട് കുറച്ച് ചെറുതായി കട്ടാക്കിയ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില ഇവയെല്ലാം ഇതിൻ്റെ മുകളിലേക്ക് ഇന്ന് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് നമുക്കൊന്ന് യോജിപ്പിക്കാം. ഇവ ആ ചൂടിൽ കിടന്ന് പതുക്കെ ഒന്ന് വാടി വരുമ്പോൾ കിട്ടുന്ന ഒരു ഫ്രഷ് മണമുണ്ട്. അതാണ് നമ്മുടെ ബീഫ് വരട്ടിയതിൻ്റെ ഹൈലൈറ്റ് കേട്ടോ. ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണം ആ തേങ്ങാപ്പാലിൽ മണത്തിനൊപ്പം വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു നാടൻ ടച്ച് കിട്ടും. ഇനി ഇത് ഫ്ലെയിമൊക്കെ ഓഫാക്കിയതിന് ശേഷം ഇതിവിടെ ഇരിക്കട്ടെ കേട്ടോ. ഒരു അരമണിക്കൂറോളം നമുക്കിതിവിടെ ഇങ്ങനെ അടച്ച് വെച്ചിട്ട് ഇരിക്കാം. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ. നല്ല സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ തേങ്ങാപ്പാലിൽ കിടന്ന് ബീഫ് നല്ലപോലെ വെന്ത് ആ നെയ്യൊക്കെ തെളിഞ്ഞു വരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സുഗന്ധം ശരിക്കും വിശപ്പ് വർദ്ധിപ്പിക്കും. ഈ ഒരു മണം അനുഭവിച്ചറിയാൻ തന്നെ വേണം ഇത് നിങ്ങൾ വീട്ടിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇനി നമുക്ക് ഇത് ചൂടോട് കൂടി തന്നെ വിളമ്പാം. ഈ ഒരു ക്രീമി ഗ്രേവിയോട് കൂടി ബീഫ് ഇങ്ങനെ പ്ലേറ്റിലാക്കി മാറ്റുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം ഇത് എത്രത്തോളം സോഫ്റ്റ് ആണെന്ന്. അപ്പത്തിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ചോറിനൊപ്പമോ കഴിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷനാണിത്. നല്ല ചൂടുള്ള ഈ വിഭവം കഴിക്കുമ്പോൾ തേങ്ങാപ്പാലിൻ്റെ സ്വാദ് മുന്നിട്ട് നിൽക്കും. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ബീഫ് തേങ്ങാപ്പാൽ വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കാണാൻ തന്നെ നല്ല ലുക്കാണല്ലേ. ഇതിൻ്റെ ആ ഒരു മണവും ആ ക്രീമി ടേസ്റ്റും ശരിക്കും പറഞ്ഞാൽ വിവരിക്കാൻ പറ്റില്ല. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഈ റെസിപ്പി നിങ്ങൾ എല്ലാവരും വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായും നിങ്ങൾക്ക് ഇത് ഒരുപാട് പേര് ഇഷ്ടപ്പെടും. അപ്പോൾ ഇതേപോലെയുള്ള നല്ല റെസിപ്പികൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് നല്ലൊരു റെസിപ്പിയും കൊണ്ട് വീണ്ടും നാളെ 2 മണിക്ക് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അതുവരേക്കും എല്ലാവരും സേഫ് ആയിരിക്കുക, ഹാപ്പി ആയിരിക്കുക. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.